അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയത്തുൽ കുർസി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതാൻ പറഞ്ഞിട്ട് ഇബ്ലീസാണ്, ശൈത്താനാണ്. പക്ഷെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓതിയിട്ടില്ല. അങ്ങനെ പറഞ്ഞൊന്നും ചോദില്ല. പറഞ്ഞു കൊടുത്ത കാര്യം ചോദിക്കുകയാണെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ശരിയില്ല. അതുകൊണ്ട് ആരെങ്കിലും പറ്റി ശൈത്താക്കാൻ പറ്റൂല. അതുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതാ ഇബ്ലീസ് പറഞ്ഞോട്ട് കേട്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് റസൂലുള്ളാഹിനെ അവതരിപ്പിച്ചതിന് ശേഷം റസൂലുള്ളാഹി നിങ്ങൾ ഓതിക്കോന്ന് പറഞ്ഞതിന് ശേഷമേ ഓതിയിട്ടുള്ളൂ. അതുകൊണ്ട് നല്ലവരിൽ നിന്ന് മാത്രമേ നല്ലത് സ്വീകരിക്കാവൂ. സ്വീകരിക്കുന്നത് നന്നായാൽ മാത്രം പോരാ, സ്വീകരിക്കപ്പെടുന്നവരും നന്നാകാൻ വേണ്ടി നീ എപ്പോഴും ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിസ്കരിക്കാത്ത, അതുപോലെ തന്നെ അതാ ദീനിന് വരെ കൽപ്പിക്കാത്ത പണ്ഡിതന്മാരെ തള്ളിപ്പറയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഞാൻ ശൈത്താനെന്ന് പറഞ്ഞിരിക്കുമ്പോ അവന്റെ പിന്നാലെ പോയി ഇതിന്റെ ദീനെ നശിപ്പിക്കരുത് കേട്ടോ. നല്ലതെന്ന് കേട്ടിട്ട് കാര്യമില്ല. അതിടക്ക് സൂചിപ്പിക്കുന്നു. അതേ സമയത്ത് ഒരിക്കലും തന്നെ നീ ഒരു ജ്യോത്സ്യനെ സമീപിക്കാൻ പാടില്ല. എനിക്ക് കുറെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടോ ഞാനൊരു തങ്ങൾ പോയി കാണിച്ചു. എന്നിട്ടോ തങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു ജ്യോത്സ്യനെ കാണണം, എന്നിട്ട് അമ്പലത്തിൽ കുറച്ച് നേർച്ചയും കൊടുക്കണം, കുറച്ച് പൂജയിലാക്കണം. ഒരു തങ്ങൾ പറഞ്ഞിരിക്കുന്ന എന്ത് തങ്ങളല്ല താങ്കളാണ്. ഉപ്പാപ്പ വന്നതെന്തിനാണ്? എന്ത് പഠിപ്പിക്കാനാണ്? ഇപ്പൊ സഹോദരന്മാരെ, പണത്തിന് വേണ്ടി എന്തും പറയുന്നവരുണ്ടാകാം. പെട്ടുപോകരുതേ ഉമ്മമാരെ, നമുക്ക് അല്ലാഹു അനുവദിച്ചതല്ലാതെ പാടില്ല. ഒരു സ്ത്രീ ഒരു കുട്ടിയാൽ നേരത്തെ സാധനന്റെ സാധനം പോയ കട്ടുക ഞാൻ പക്ഷേ അള്ളാഹുത്തെ തിരിച്ചറിയില്ല. എന്താ സാധനം പറയുന്നത്? ഒരു ശരാശരി പിന്നെ പുസ്തകത്തിൽ കിട്ടുമെന്നില്ല. അവൻ ഞാൻ എടുത്തിട്ടില്ല. അത് കിട്ടുമെന്ന് ഞാൻ എങ്ങനെ പറയാം? ഞാൻ എടുത്ത് വെച്ചാൽ വേണ്ടി എനിക്ക് പറയാതെ കിട്ടുമോ? ഞാൻ കൊടുത്താൽ കിട്ടൂലേ? കിട്ടുന്ന ഞാനില്ലാതെ എന്തെങ്കിലും കേട്ട് എന്തിന്റെങ്കിലും പിന്നാലെ പോകരുതേ ഉമ്മമാരെ. ചെയ്യുന്നത് ശരിയായിരിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. കണ്ണു കുടിച്ച് ദേവാലയത്തിൽ പോയി അവിടെ നടാ ഓറഞ്ഞ് കൊള്ളുന്നത് നോക്കി ഇങ്ങനെ കാണുമ്പോ ഒരമുത്തിന് സ്ത്രീ അതാ പോകുന്നു, ഒരമുത്തിന് സഹോദരൻ പോകുന്നു. ഇപ്പൊ കണ്ണു കുടിച്ചു പോയ നോക്കണം. ആ ദേവാലയത്തിന്റെ മുറ്റത്ത് നിന്നതാ പെണ്ണിനെ ഒന്ന് ചൂട്ടു, അല്ലെ ആ പെണ്ണിനതാ വേറെന്തെങ്കിലും ആ പെണ്ണിനൊന്ന് സൂചിപ്പിച്ചു. അപ്പൊ അവിടെ പാക്കേറ്റമായി കുഴപ്പമായി തല്ലായി അടിയായി കൊല്ലലായി. അതിന്റെ പേരിൽ എല്ലാ 100 കണക്കിന് ആളുകൾ മരിക്കുന്ന വർഗീയ ലഹള. കാരണം എന്താ? കാരണം കള്ളുകുടിയാണ്. ഈ വർഗീയ ലഹളക്ക് കാരണം കള്ളുകുടിയാണ്, മദ്യപാനമാണ്. ഇനിയും ചോദിക്കട്ടെ, എത്ര അപകടങ്ങളാണ്? കാരണം കള്ളുകുടിയല്ലേ. കുടിച്ചെങ്ങനെ നശിച്ചു ധാരാളം കിട്ടുന്നത്. എന്റെ ഓർമ്മയിൽ തന്നെ പറയാം, എന്റെ അനുഭവം തന്നെ പറയാം. സിറാജിന്റെ ഒരു ബിൽഡിങ്ങിന്റെ പണിയെടുക്കുന്ന ഒരാൾ എന്റെ കൂടെ തന്നെ പണിയെടുക്കുന്ന ഒരു കോൺട്രാക്ടർ അയാൾ ജോലിയെടുക്കാൻ തുടങ്ങി. എന്റെ കൂടെ തന്നെ ഏകദേശം 10-12 കൊല്ലമായി പണിയെടുക്കുന്ന ഇന്നാളൊരു സുഹൃത്തുക്കൾ എന്റെ മോളെ കല്യാണമുണ്ട്. ചെറിയ സഹായം ഞാൻ ചെയ്യുന്നു. ഒരാഴ്ച മുമ്പ് എന്നോട് എന്റെ പണിയെടുക്കുന്ന ആളൊരു അയാൾ തൂങ്ങി വെച്ചു. അയാൾ തൂങ്ങിക്കെത്തിക്കുന്നു. അത് ഒരു ദിവസം 400-500 കിട്ടും. ഗംഭീര പണിയാ. ആ 400-500 കിട്ടുന്നുണ്ട്. പക്ഷേ വൈകുന്നേരത്തിൽ കുടിച്ചൊക്കെ ദിവസമായി ഞെരിക്കം പിടിച്ച് അവസാനം അയാൾക്ക് തൂങ്ങി വെച്ചിരിക്കുന്നത്. എത്ര ആളുകളാണ് കള്ളുകൂടിയുണ്ട്? മുസ്ലിമും അമുസ്ലിമും എത്ര ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത്? പക്ഷെ ഒരു സർക്കാരും കണ്ടുപോകുന്നില്ല. ഒരു സർക്കാരും കണ്ടുപോകുന്നില്ല. 2 സംഗതിക്ക് ഒരു സർക്കാർ കണ്ടുപോകില്ല. ഒന്ന് കുഴിയുള്ള കൂടെ നന്നാക്കാനും, അതുപോലെ തന്നെ ഈ നിലക്ക് കണ്ണുകൊണ്ടില്ല. അവർ ഒരാളും കണ്ടുപോകുന്നില്ല, കാണുന്നില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഓ സഹോദരന്മാരെ, നമ്മൾ ഓർക്കണം, ഒരിക്കലും തന്നെ ഒരു മുസ്ലിം കള്ളുകുടിയുടെ പിന്നാലെ ഒരു മുസ്ലിം എന്നല്ല ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ പോകാൻ വകുപ്പില്ല. ഓ സഹോദര, ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ പോകാൻ എന്ത് വകുപ്പാണുള്ളത്? അവരവന്റെ ബുദ്ധി നശിപ്പിക്കാൻ പോകാൻ എന്ത് വകുപ്പാണുള്ളത്? ആരോഗ്യം നശിപ്പിക്കാൻ എന്ത് വകുപ്പാണുള്ളത്? അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ എന്ത് വന്നാലും എല്ലാ നാശത്തിന്റെയും താക്കോലായ മദ്യപാനത്തിലേക്ക് തിരിഞ്ഞു പോകരുതേ. തങ്ങളൊരു വാക്ക് ഞാൻ പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മനുഷ്യരിമ മുസ്ലിമൻ, വല്ലവരും ലഹരിയുള്ളത് കുടിച്ചാൽ നിങ്ങളത് എന്ത് പേര് പറഞ്ഞാലും ശരി, ലഹരിയുള്ളത് കുടിച്ചാൽ അല്ലാഹു ഏറ്റെടുത്ത കാര്യമാണ്. അവനെ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും. സഹാബത്തിന്റെ ചോദ്യം, തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ? ഉടനെ തന്നെ അവിടുത്തെ മറുപടി അറഫു ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്.
എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്? മുസ്ലിമീങ്ങളെ, എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ അബൂജഹലിനെ സ്നേഹിക്കുന്ന വല്ലവരുണ്ടോ? ഫിർഔനെ സ്നേഹിക്കുന്നവരുണ്ടോ? ജുംറൂദിനെ സ്നേഹിക്കുന്നവരുണ്ടോ? അങ്ങനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അവൻ മുസ്ലിം അല്ലല്ലോ. ആരാണ് അബൂജഹൽ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല വെട്ടിക്കൊണ്ടുവന്നാൽ 100 ഒട്ടകങ്ങൾക്കും എന്ന് പറഞ്ഞ ദുഃഖനല്ലേ അവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കടുക്കിൽ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടുപോയി അവിടുന്ന് സുജൂദ് ചെയ്യുന്ന സമയത്ത് ചാർത്തി കൊടുക്കാൻ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിച്ചവനല്ലേ അവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ കുടലുകൾ കൊണ്ടുവന്ന് അവിടുത്തെ ശറഫാക്കപ്പെട്ട ചുമലിൽ കൊണ്ടുപോയിട്ട് കൊടുത്തപ്പോ സുജൂദിൽ നിറവേറ്റാൻ കഴിയാതെ അവിടുന്ന് പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ അബൂജഹൽ ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചിരിച്ച് പരിഹസിച്ചില്ലേ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഓടി വന്ന് അത് നീക്കം ചെയ്തതിനു ശേഷം അവരെ ശകാരിച്ചില്ലേ. അവർക്കെതിരെ നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളയുമായുള്ള സംഭാഷണത്തിൽ തടസ്സം സൃഷ്ടിച്ചതിനാൽ, അള്ളയുമായുള്ള സംഭാഷണത്തിൽ പ്രയാസമുണ്ടാക്കിയതിനാൽ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സങ്കടമായി പോയി. അവിടുന്ന് ആയിദിൽ ചെന്ന സമയത്ത് കാലിൽ എറിഞ്ഞ് കല്ലുകൊണ്ടെറിഞ്ഞ് അതാ രക്തം പൊട്ടി ഒലിപ്പിച്ചപ്പോൾ പോലും പുറത്തു കൊടുക്കണേ പഠിച്ചവരെ എന്ന് പറഞ്ഞ നബിയാണത്. അതിനൊക്കെ കാരണം ചെയ്യുന്ന നബിയാണെങ്കിലും നിസ്കാരത്തിൽ ശല്യം ചെയ്തപ്പോ അള്ളയുമായുള്ള സംഭാഷണത്തിന് തടസ്സം സൃഷ്ടിച്ചപ്പോ അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഓ മുസ്ലിം സഹോദരിമാരെ, സഹോദരന്മാരെ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. നിസ്കാരം കൃത്യമായി നിസ്കരിക്കാത്തവൻ അവൻ അല്ലാഹുമായി എന്ത് ബന്ധമാണ്? പിന്നെ അവന് അല്ലാഹുവിന്റെ റസൂലുമായി എന്ത് ബന്ധമാണ് അവന്? അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കണമെന്ന് മാത്രമേ സമയത്ത് ഞാൻ സൂചിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ രക്തം പൊട്ടി ഒലിച്ചപ്പോൾ അവിടുന്ന് ക്ഷമിച്ചിട്ടുണ്ട്, പുറത്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ചീത്ത പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു പർവ്വതമെടുത്ത് നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ, അല്ലെങ്കിൽ മറ്റു പർവ്വതമെടുത്ത് നശിപ്പിക്കട്ടെ എന്ന് നശിപ്പിക്കണ്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണേ, അല്ലാഹുവില്ലാത്തവരാണ് എന്നവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ലാത്ത ക്ഷമയുള്ളൊരു നേതാവാണത്, ഏറ്റവും സമാധാനം പഠിപ്പിച്ച നേതാവാണത്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, അപ്പോൾ പറഞ്ഞാൽ അത് തീരൂല. നിങ്ങൾക്കറിയാമല്ലോ, ഒരു യഹൂദി പെണ്ണ് സൽക്കാരത്തിന് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്തപ്പോ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ യഹൂദികളെ വിളിച്ചിട്ട്, ഓ യഹൂദികളെ, സത്യം പറയോ, നിങ്ങൾ സത്യം പറയോ? ഞാൻ ചോദിച്ചാൽ ഓ പറയും, വേണ്ടത് സത്യം പറയും. ഞാൻ പറയാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അച്ഛന്റെ പേരെന്താ? ഒരാളോട് ചോദിച്ചില്ല, അച്ഛന്റെ പേരെന്താ? പേര് പറഞ്ഞിട്ട് ഒരാളെ ചെയ്യും. നിങ്ങൾക്കല്ല, അങ്ങനെ നിന്റെ അച്ഛനല്ല, ഈ കള്ളം പറഞ്ഞു നിന്റെ അച്ഛൻ എന്താണ് പേരൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ ബുഖാരിയുടെ ഹദീസാണ്. ഇപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞ കാര്യം അറിയുന്ന ചർച്ച ചെയ്ത് നടക്കുക. അത്രയും സ്വന്തം യഹൂദികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു നിന്റെ അച്ഛന്റെ പേര്. യഹൂദികളെ കണ്ടിരുന്നത് യഹൂദികളുടെ രണ്ടാമത് യഹൂദികളെ എനിങ്ങളോട് ചോദിച്ചാൽ നേരെ പറയോ? ഓ മക്കളെ പറയില്ലേ, നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമുക്ക് പുറത്തില്ലേ? എന്നാ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇരിക്കുന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ടോ? അപ്പോഴാ ഉള്ളുന്ന പെണ്ണ് പറയുന്നത് ഉണ്ട്, വിഷം ചേർത്തിട്ടുണ്ട്. അപ്പോൾ സഹാബത്തിൽ നിന്നൊരാൾ നബിയെ അഫലാഖുലുഹ, ഞാൻ അവിടെ കൊന്നു കേട്ടേ നബിയെ, തങ്ങൾ ചതിച്ചിട്ട് വിഷം ചേർത്ത് ഭക്ഷണം തന്നു തങ്ങളെ കൊല്ലാൻ ശ്രമിച്ച പെണ്ണിനെ ഞാൻ വെട്ടിക്കളയുന്നേ നബിയെ. ലാ, കൊല്ലണ്ട. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര വലിയ സമാധാനം പഠിപ്പിച്ച ഭരണാധികാരി നേതാവ്. ആരാ സഹോദരന്മാര്? ഇപ്പോ മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദിയാക്കാൻ നടക്കുന്ന ആൾക്കാർ, തീവ്രവാദിയാക്കാൻ നടക്കുന്നത്. ഇപ്പൊന്നും പറയാൻ സമയമില്ല. ഇസ്ലാം ജിഹാദ് ഭീകരത എന്റെ സീഡിയില്ലാതെ 3 മണിക്കൂറോളം അതേ വിഷയം പറഞ്ഞു. മനസ്സിരിയട്ടെ, മനസ്സിൽ അല്ലാഹുവിനെ എന്റെ സീഡിയിൽ ഞാൻ അല്ലാഹുവിലേക്ക് മനസ്സിരിക്കുന്നതിനെ സംബന്ധിച്ച് തന്നെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഇഖ്ലാസിനാണ് ഫലം, ഇഖ്ലാസിനെ പറ്റി മാത്രം പ്രസംഗിക്കുന്നു. അതുപോലെ കന്നഡ പ്രസംഗങ്ങൾ ധാരാളം നാദാവസ്ഥ നടക്കും. ഒരുപാട് വേണ്ടവർക്കൊക്കെ വാങ്ങി കേൾക്കാം. ഇപ്പോൾ ഞാൻ അതിനൊന്നും കിടക്കുന്നില്ല. പറഞ്ഞു വന്നത് മുഹമ്മദ് റസൂലുള്ളാഹി ഭരണാധികാരിയായ സമയത്ത് പോലും ഭരണത്തിന് കീഴിലുള്ള പെണ്ണ്, യഹൂദി പെണ്ണ്, ആ പെണ്ണ് സൽക്കരിച്ചപ്പോൾ സൽക്കാരത്തിൽ അഥവാ പുരുഷന്മാരടക്കമുള്ള വേദി ആ പെണ്ണുണ്ടാക്കിയ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ട് പോലും പകരം കൊല്ലാതെ സഹിച്ച മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി
ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടുപോയി ചാർത്തിക്കൊടുത്തിട്ട് നിസ്കാരത്തിന് പ്രയാസമായപ്പോൾ അവിടുത്തേക്കത് മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. കാരണം നിസ്കാരം അത്രയും ഗൗരവമുള്ള വിഷയമല്ലേ. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ അലൈക ബിഖുറൈശ്, എന്റെ നിസ്കാരത്തിൽ ശല്യം ചെയ്ത ഖുറൈശികളെ നീ നശിപ്പിക്കണേ അല്ലാഹ്. അവിടുന്ന് പ്രാർത്ഥിച്ചു പോയി. ആ പ്രാർത്ഥനയിൽ ആ പേരെടുത്തുകൊണ്ട് ചില പേരങ്ങ് പറഞ്ഞു. ആ പേരെടുത്ത് പറഞ്ഞ കൂട്ടത്തിൽ ഒരുവനാണ് അബൂജഹൽ കേട്ടോ. അതുകൊണ്ട് തന്നെ അന്ന് പേരെടുത്ത് പറഞ്ഞ മുഴുവൻ ആളുകളും ബദറിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് ശേഷം പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇരിക്കട്ടെ, ആ അബൂജഹലിനെ സ്നേഹിക്കുന്ന മുസ്ലിമുണ്ടോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ കഴിഞ്ഞ നമ്രൂദിനെ സ്നേഹിക്കുന്ന മുസ്ലിമുണ്ടോ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മമുണ്ടെന്ന് കേട്ടപ്പോ അതിന്റെ പേരിൽ നിരപരാധികളായ പിഞ്ചുമക്കളെ കൊന്നിട്ട് തീവ്രവാദികളുടെ നേതാവായ ഫിർഔനിനെ സ്നേഹിക്കുന്നവരുണ്ടോ? ഞാനെന്റെ തീവ്രവാദികളുടെ നേതാവാണ് ഫിർഔൻ എന്ന് പറയാൻ കാരണം ഫിർഔൻ എന്നാ ചെയ്ത് ഫിർഔനിന്റെ സ്വന്തം നിലനിൽപ്പിന് കുറെ നിരപരാധികളെ കൊല്ലണം എന്നാണ് ഫിർഔൻ തീരുമാനിച്ചത്. അതിന് തീവ്രവാദികളുടെ പരിപാടി അവരെ നിലനിൽപ്പിന് വേണ്ടി നിരപരാധികളെ കൊല്ലാന്നുള്ളതാണ് പരിപാടി. അപ്പൊ ട്രെയിനിന്റെ ബ്രേക്ക് വെക്കുക, അതുപോലെ തന്നെ ബസ്സിൽ ബോംബ് വെക്കുക, ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് ബോംബ് വെക്കുക, ട്രെയിൻ കയറുന്ന സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് വെക്കുക, ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി നശിപ്പിക്കുക, ഇങ്ങനെ നിരപരാധികളെ കൊല്ലുക. അതിന് നേതൃത്വം കൊടുത്ത ഒന്നാമത്തെ നേതാവാരാണ്? അതാണ് ഫിർഔൻ. നിരപരാധികളായ മക്കളെ കൊന്നവൻ. ഓ സഹോദരന്മാരെ, ആ ഫിർഔനെ സ്നേഹിക്കാൻ പറ്റുമോ? എന്നാൽ ഇനി പറയാൻ പോകുന്നത് എന്താണ്? കള്ളു കുടിക്കുന്ന മനുഷ്യ, ലഹരി കുടിക്കുന്ന മനുഷ്യ, നിനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് ചെയ്യുന്നു. നിന്നെ അല്ലാഹു തആല സീനത്തുൽ ഖബാൽ കുടിപ്പിക്കാതെ വിടൂല. എന്താണ് സീനത്തുൽ ഖബാൽ എന്ന് ചോദിക്കുന്നവർക്ക് മറുപടി അറഫു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ, അത് നരകക്കാരുടെ ചരമാണ്, നരകക്കാരുടെ നീരാണ്. നരകക്കാരി എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ മെമ്പർമാരെയാണ്, ഒന്നാമതായി എണ്ണപ്പെടുന്നവരെയാ ഞാൻ പറഞ്ഞത്. അബൂജഹൽ നരകക്കാരനാണ്, ഉത്ബത്ത് നരകക്കാരനാണ്, ശൈബത്ത് നരകക്കാരനാണ്, ഫിർഔൻ നരകക്കാരനാണ്, നമ്രൂദ് നരകക്കാരനാണ്, ഖാറൂൻ നരകക്കാരനാണ്. അങ്ങനെ നരകത്തിൽ കിടക്കുന്ന അത്തരം തമ്മാടികളില്ലേ, അവിശ്വാസികളില്ലേ. നരകമെന്ന് പറഞ്ഞാലോ, ഓ സ്ത്രീകളെ, ഓ പുരുഷന്മാരെ, ഓ ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഇവിടെയുള്ള തീ കൊണ്ട് തിളച്ചു മറിയുന്ന വെള്ളം കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തിൽ ഒഴിച്ചാൽ ശരീരം അതാ തോലുരിഞ്ഞില്ലേ, പൊക്കിളറുങ്ങിയില്ലേ, നീരൊഴിച്ചില്ലേ. എന്നാൽ ഇവിടെയുള്ള തീ 70 ഇരട്ടി ചൂടുള്ള തീ, ഇവിടെയുള്ള തീ 70 ഇരട്ടി ചൂടുള്ള തീ. അവിടെ കത്തിക്കപ്പെടുന്ന കരിങ്കല്ലുകളാണ് കേട്ടോ, പച്ച മനുഷ്യന്മാരാണ് കേട്ടോ. ആ തീ പൊള്ളിയിട്ട് ശരീരത്തിൽ വലിയ പല പോലുള്ള പൊക്കിളകുമ്പോൾ, അതേ വലിയ മാളിക പോലുള്ള പൊരി പൊങ്ങുമ്പോൾ, ആ നരകത്തിലെ തീപ്പൊള്ളിയിട്ട് ശരീരത്തിൽ പൊക്കിളപൊങ്ങി പഴുത്തിട്ട് അബൂജഹലിന്റെ നരകത്തിൽ അതും ശരീരത്തിൽ നിന്നതാ, ഫിർഔനിന്റെ ശരീരത്തിൽ നിന്നതാ നാറുന്ന നീരൊലിക്കുന്നു, നാറുന്ന ചരമൊലിക്കുന്നു. അതിന്റെ പേരാണ് സീനത്തുൽ ഖബാൽ. ആരാണോ ലഹരിയുള്ളത് കുടിക്കുന്നത് അവനെ അല്ലാഹു തആല ഈ നരകത്തിലുള്ള അബൂജഹലിനെ പോലുള്ള കക്ഷികളുടെ ചലം കുടിക്കാതെ വിടൂല, അവന്റെ നീര് നക്കാതെ വിടൂല. പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ഓ ചെറുപ്പക്കാരാ, ഇവിടെ ഏത് സർക്കാർ വന്നാലും ശരി, ഏത് സർക്കാർ അനുവദിച്ചാലും ശരി, എവിടെ നിനക്ക് സുലഭമായി കിട്ടിയാലും ശരി, എവിടെയതാ കള്ള് കച്ചവടക്കാരൻ ഇരുന്നാലും ശരി, പിന്നെ ഏത് സുഹൃത്ത് നിന്നെ ക്ഷണിച്ചാലും ശരി, നിന്നേതാ ആരെപ്പോൾ വിളിച്ചാലും ശരി, നീ അബൂജഹലിന്റെ ചരം കുടിക്കാൻ പോകരുതേ.
അബൂജഹലിന്റെയും ഫിറൗനിന്റെയും നമ്രൂദിന്റെയും ചരം കുടിക്കാൻ കാരണമാകുന്ന ലഹരിയുടെ പിന്നാലെ ഓ മുസ്ലിം ചെറുപ്പക്കാരാ നീ നീങ്ങിപ്പോകരുതേ. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഓ മുസ്ലിം ഉമ്മമാരെ, നമ്മുടെ മക്കൾ കണ്ടുപിടിക്കാത്ത മക്കളാകണ്ടേ, വ്യഭിചാരത്തിന് പോകാത്ത മക്കളാകണ്ടേ. സുബ്ഹാനല്ലാഹ്, മക്കളെ പോറ്റി വളർത്തിയെടുത്തൊരു 26, 27, 28 വയസ്സ് വരെ കഠിനാധ്വാനം ചെയ്ത് ഉമ്മ പോറ്റിയെടുത്തു. ബാപ്പയോ, ബാപ്പ നാടും വീടും വിട്ട് വിദേശത്തേക്ക് പോയി. എത്രയാ പാസ്പോർട്ട് ഓഫീസിൽ ക്യൂ നിന്നത്, എത്രയാ റബ്ബേ എയർപോർട്ടിൽ കുടുങ്ങിയത്, എത്രയാ പ്ലെയിനിൽ നിന്ന് ബേജാറായത്, എത്രയാ കഫീലിന്റെ മുമ്പിൽ കരഞ്ഞത്, എത്രയാണ് സുബ്ഹാനല്ലാഹ് ലൈസൻസിന് വേണ്ടി വിഷമിച്ചത്, എത്രയാണ് ജോലി കിട്ടാൻ വേണ്ടി തെരഞ്ഞത്, എത്രയാണ് ഉയർപ്പൊലിച്ചത്. ഇങ്ങനെയൊക്കെ കഠിനാധ്വാനം ചെയ്ത് പോറ്റിയെടുത്ത മകൻ അല്ലെങ്കിൽ മകൾ 26, 27 വയസ്സായി നന്നായി പഠിപ്പിച്ചു വളർത്തി. സുബ്ഹാനല്ലാഹ്, 26 വയസ്സായ മകൻ, ആ മകനെ കല്യാണം കഴിപ്പിക്കാൻ അങ്ങേയത്തെ ആഗ്രഹം പ്രസവിച്ച അന്നു വരെ ബാപ്പയുടെയും ഉമ്മയുടെയും മനസ്സിലുണ്ട്. ഈ മകൾക്ക് അനുയോജ്യമായ വിവാഹം നടത്തണമെന്ന് 18 or 19 വയസ്സെത്തിയ പെൺകുട്ടിയെ കുറിച്ച് ബാപ്പയും ഉമ്മയും മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട്. ബാഹുവേ, ഞാനിവിടെ വന്നപ്പോഴും എനിക്ക് നേർച്ച തന്ന് പെൺകുട്ടികളെ കല്യാണം ആവശ്യം, അതിന് അതാ ഹൈറായത് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്. ബാഹുവേ, ആ പെൺകുട്ടികൾക്കും ഞങ്ങളുടെ സദസ്സിലുള്ള മുഴുവൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് എന്നോട് ചോദിക്കുന്നു, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ചോദിക്കുന്നു, അല്ലാഹുവേ ഹൈറായ ഇണകളെ നീ എളുപ്പമാക്കണേ റഹ്മാനേ. ചെറുപ്പക്കാരായ ആൺമക്കൾ അല്ലാഹുവേ മാനസിക രോഗമായിട്ട് ബന്ധപ്പെട്ടതാ വിഷമിക്കുന്ന ധാരാളം രക്ഷിതാക്കളുണ്ട്. അല്ലാഹുവേ നിനക്കറിയാം, നല്ല വിദ്യാഭ്യാസമുള്ളതോടുകൂടി നമ്മുടെ സ്ഥാപനത്തിന് സേവനം ചെയ്യുന്ന ഒരു വലിയ വ്യക്തി, അദ്ദേഹത്തിന്റെ മകനും നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ അതാ ആശുപത്രിയിലാണ് മാനസിക രോഗമായിട്ട് എന്നോട് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴും സ്വന്തം മകന്റെ മാനസികമായ അസ്വസ്ഥതകൾ നീങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്. അതേ സ്വർണം വരെ സിറാജുലേക്ക് നേർച്ച തന്നവരുണ്ട്. നീ ആ മക്കളുടെ എല്ലാ മക്കളുടെയും അതുപോലെ ആർക്ക് എവിടെ രോഗമുള്ളവരുണ്ടോ, ഞങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ സ്ത്രീകളും പുരുഷന്മാരും മാനസികമായ അസ്വസ്ഥതകളുള്ളവരുണ്ടോ, എല്ലാവരുടെയും സർവ്വ അസ്വസ്ഥതകളും നീ നീക്കിത്തരണേ റഹ്മാനേ. പരിപൂർണമായ ബുദ്ധിയും തന്റേടവും സമാധാനവും നൽകി അവർക്ക് ദുനിയാവും ആഖിറവും ഞങ്ങൾക്കും നീ വിജയിപ്പിക്കണേ റഹ്മാനേ. ഓ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ സഹോദരിമാരെ, ഞാൻ സങ്കടത്തോടെ പറയുന്നു, 26, 27 വയസ്സായ ഒരു ചെറുപ്പക്കാരനെങ്കിൽ ചെറുപ്പക്കാരി, 18 or 19 വയസ്സായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി ഇങ്ങനെ അധ്വാനിക്കുകയും കരുതുകയും അന്വേഷിക്കുകയും ഉമ്മയും ബാപ്പയും. അപ്പോഴാ കേൾക്കുന്നത്, എന്താ കേൾക്കുന്നത്? ആ പെൺകുട്ടി അതാ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുകയാണ്, അവിടെ ഇപ്പോൾ കാണുന്നില്ല. അല്ലെങ്കിൽ അതാ ഒരു ചെറുപ്പക്കാരൻ ഏതോ ഒരു പെണ്ണിനെയും തേടി നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ബാപ്പ ഇഷ്ടപ്പെടുന്ന പെണ്ണല്ല, ഉമ്മ ഇഷ്ടപ്പെടുന്ന പെണ്ണല്ല, കുടുംബം താല്പര്യപ്പെടുന്നതല്ല, തറവാട്ടിയോട് യോജിക്കുന്നതല്ല, സംസ്കാരവും യാതൊരു ബന്ധവുമില്ല, നാടുമായോ വീടുമായോ ഒരിക്കലും ബന്ധപ്പെടാൻ കഴിയാത്ത, ഒരു നിലക്കും പൊരുത്തപ്പെടാൻ കഴിയാത്ത കുടുംബത്തിൽ ഇവനേതോ ഒരു പെണ്ണിനെ പ്രേമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇവളതാ ഏതോ ഒരു പുരുഷന്റെ പിന്നാലെ ഇറങ്ങിപ്പോകാൻ തയ്യാറാകുന്നു. ഇത്തരം വാർത്തകളല്ലേ മുസ്ലിം സമുദായത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്ര നന്ദിയില്ലാത്ത മക്കൾ, ഇത്ര ബുദ്ധിയില്ലാത്ത മക്കൾ, ഇത്ര കുരുത്തങ്കെട്ട മക്കൾ. എന്റെ ചെറുപ്പക്കാരികളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കഠിനാധ്വാനം ചെയ്ത് പോറ്റിയ മകൻ, ആ മകനെ ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ പൊരുത്തപ്പെടുന്ന നല്ലൊരു വിവാഹം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ബാപ്പയുണ്ടോ ഉമ്മയുണ്ടോ? അവരെ സമ്മതവും പൊരുത്തവും നമുക്ക് വിവാഹത്തിന് ആവശ്യമല്ലേ? ഇതുപോലെ എന്റെ മകൾക്ക് ഒരനുയോജ്യമായ ഭർത്താവിനെ കൊടുത്ത് സന്തോഷത്തോടെ കാര്യം കൊടുക്കണമെന്ന് ആഗ്രഹിക്കാത്ത ബാപ്പയുണ്ടോ? അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഉമ്മയുണ്ടോ? ഈ പോറ്റി വളർത്തിയ ബാപ്പയെയും ഉമ്മയെയും ചോദിക്കട്ടെ, നിന്റെ കാഷ്ടം എത്രയാണ് ആ ഉമ്മ പേറിയത്? നിന്റെ മൂത്രം എത്രയാണ് ആ ഉമ്മ വൃത്തിയാക്കിയത്?